ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ റോർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, നമ്മുടെ UPI ക്രെഡിറ്റ് കാർഡ് റോർ ബാങ്കുകാരുടെ അതിൻ്റെ ഒരു റിവ്യൂ ആണ്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1 വീക്ക് അല്ല, നമ്മുടെ ആക്ച്വലി ഒരു ഫസ്റ്റ് മന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് അറിയാം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20% വരെ ക്യാഷ് ബാക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്പ് ലോഞ്ച് ആയ സമയത്ത് തന്നെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണാത്തൊരു, അതായത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് കൂടെ അടിക്കാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോകട്ടെ. അപ്പോൾ ഇതാണ് കാർഡ് എന്ന് പറയുന്നത്, റോർ ബാങ്കിൻ്റെ കാർഡ്. ഒരു ബ്ലാക്ക് കാർഡാണ്, ഒരു ബേസിക് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാനുണ്ട്. ഇതിൽ പേര് പോലും വരുന്നില്ല, കണ്ടു. എന്നുവെച്ചാൽ ഇത് അവർ ഓൾറെഡി പ്രിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന കാർഡാണ്. എന്നിട്ട് അത് പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ അപ്രൂവ് ആകുമ്പോൾ അയക്കുന്ന ഒരു പരിപാടിയാണ്. റൂപേ പ്ലാറ്റിനം സെക്ഷനിൽ വരുന്ന ഒരു കാർഡാണ്. യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെയാണ്, നിങ്ങൾക്ക് അറിയിക്കുന്നത്. ഇതിൽ ആക്ച്വലി റൂപേ ആണെങ്കിൽ നമുക്ക് ഇപ്പോഴും UPI ഫെസിലിറ്റീസ് ഒന്നും എനേബിൾ ആയിട്ടില്ല. അതാണ് വൺ ഓഫ് ദ മെയിൻ കോഡ് എന്ന് പറയാനുള്ളത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ UPIയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് ആക്ച്വലി ഒരു എന്താ പറയുക 2-in-1 എന്ന് പറഞ്ഞിട്ട് സംഭവമായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡും കിട്ടും, ബാങ്ക് അക്കൗണ്ടും കിട്ടും. പക്ഷേ ഈ ബാങ്ക് അക്കൗണ്ടിൽ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ഡെബിറ്റ് കാർഡ്, അവർ പറഞ്ഞാൽ ഇതും നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ATMയിൽ പോയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ക്രെഡിറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ക്യാഷ് എക്സ്ട്രാ പോകും. അത് വേറെ കാര്യം, ശ്രദ്ധിക്കാൻ മറക്കരുത്. പക്ഷേ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ഡെബിറ്റ് കാർഡ് കിട്ടുന്നില്ല, പാസ്ബുക്ക് കിട്ടുന്നില്ല, UPIയിൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് മെയിൻ ഇഷ്യൂസ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ചത് ഇത് ക്രെഡിറ്റ് കാർഡാണല്ലോ, മെയിനായിട്ട് ഡെബിറ്റ് കാർഡ് സെപ്പറേറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് UPIയിൽ ലിങ്ക് ചെയ്യണമെങ്കിൽ അതിൽ നമുക്ക് സെപ്പറേറ്റ് ഡെബിറ്റ് കാർഡ് നമ്പർ കൊടുക്കണം. അപ്പോൾ അത് പറ്റില്ല. ഞാൻ ട്രൈ നോക്കിയിരുന്നു, പക്ഷെ അതും പറ്റില്ല. അതാണ് മെയിൻ കോൺസുകൾ എന്ന് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാഷ് ബാക്കിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ഇതിൻ്റെ എങ്ങനെ സംഭവം വെച്ചാൽ നമുക്ക് മാസത്തിൽ 2 കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു 20% എന്നൊക്കെയാണ്. അത് 20% ഇല്ല കേട്ടോ. 20% ആകെ ഉള്ളത് ഇവരുടെ സെക്ഷനിൽ. അതും അപ് ടു ആണ് ഉള്ളത്. മൂവീസിന് മാത്രമാണ്, മൂവി ടിക്കറ്റ് ബുക്കിംഗ് സംഭവമൊക്കെയാണ്. ബാക്കി എല്ലാത്തിനും 2%, 1%, 5%. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സംഭവമൊക്കെയാണെങ്കിൽ 5%. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ വരും. ഞാനിപ്പോൾ രണ്ടാമത്തെ മാസത്തെ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അത് ഞാൻ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട് എത്രയൊക്കെയാണ് എന്താ പറയുക കാറ്റഗറി. നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്തപ്പോൾ ഞാൻ ആ ലൈവിൽ വെച്ചിട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽഡ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് തന്നെ വലിയ മോശമില്ല, എടുത്തുകൊണ്ട് മോശമൊന്നുമില്ല എന്ന് പറയാനുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കസ്റ്റമർ കെയർ സപ്പോർട്ടും മോശമാണ്, വൻ പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് തന്നെ അറിയില്ല മര്യാദയ്ക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ 1 ലാഗാണ് നമുക്ക് റിപ്ലൈ കിട്ടാനൊക്കെ. ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ തപ്പി നോക്കിക്കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് നമ്പർ വരിക. അതിൽ അയച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓട്ടോമാറ്റിക് റിപ്ലൈ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു എന്താ പറയുക, ഒരു അനക്കൂല സാധനം. ചിലപ്പോൾ 2 മാസം, 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് റിപ്ലൈ വരിക. അപ്പോൾ ഈ കാർഡ് ത്രൂ എന്തെങ്കിലും ഒരു ഫ്രോഡോ സംഭവങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞാൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോലും അവന്മാരെ കിട്ടില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കാർഡ് നല്ല ലിമിറ്റ് കിട്ടിയവർ ഒന്ന് സൂക്ഷിക്കാൻ മറക്കണ്ട കേട്ടോ. കാർഡ് ടേൺ ഓഫ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. യൂസ് ചെയ്യുമ്പോൾ മാത്രം ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ പണി കിട്ടിയാൽ ആ വഴി പോവും കാശ്. പിന്നെ റിപ്പോർട്ടിങ്ങും നടക്കില്ല, ഒന്നും നടക്കില്ല. ക്യാഷ് ബാക്കിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിക്കുന്ന ക്യാഷ് ബാക്ക് 53 രൂപയാണ്. ഞാൻ ആക്ച്വലി ആദ്യത്തെ മാസം വെച്ചിട്ടുണ്ടായിരുന്നത് മൂവീസും റെസ്റ്റോറൻറ്റുമാണ്. ഞാൻ 2 സ്വിഗ്ഗി ഓർഡർ മാത്രമേ ചെയ്തുള്ളൂ. മൂവീസൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ടോ, 5% ക്ലോത്തിങ്, 5% റെസ്റ്റോറൻറ്റ് കഫേ, 1% മൊബൈൽ ടോപ്പപ്പ്, 1% യൂട്ടിലിറ്റി. അല്ലാണ്ട് 20% ഇല്ല കേട്ടോ, ചുമ്മാ മാർക്കറ്റിംഗ് ആണ് ഇതൊക്കെ. പിന്നെ മിന്ത്രയിൽ നമുക്ക് കുറച്ച് മിനിമം പർച്ചേസ് ചെയ്യുമ്പോൾ 400 രൂപ ഓഫ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഓഫറൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ ചെയ്യും. ഞാൻ കഴിഞ്ഞ മാസം സെലക്ട് ചെയ്ത ജൂണിൽ കാണാണ്ടോ, മൂവീസിന് 0 ആണ് കിട്ടിക്കുന്നത്. കാഫേ ആൻഡ് റെസ്റ്റോറൻ്റ് ആകുമ്പോൾ നമുക്ക് 53 രൂപ കിട്ടിയിട്ടുണ്ട്. അതും 5% ഒന്നും കിട്ടുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ എന്താ പറയുക, ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഇല്ലാണ്ട് യൂസ് ചെയ്ത് പോവാം. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ആപ്പും ഭയങ്കര ബേസിക് ആപ്പാണ് കേട്ടോ. ആപ്പ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട്. എനിക്ക് തോന്നാൻ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആപ്പ് ഭയങ്കര മിനിമൽ എന്ന് വേണമെങ്കിൽ പറയാനുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആപ്പിൻ്റെ. പക്ഷെ എന്നാലും ഷോക്കാണ് എനിക്ക്. എന്താ പറയുക,
നമുക്ക് ഫസ്റ്റ് ബില്ല് ജനറേറ്റ് വന്നത് 1000 രൂപ ഓൾമോസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡൊക്കെ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. UPI ട്രാൻസ്ഫർ നടക്കില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ UPI ID ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. വേറെ ആപ്പിൽ UPI ID ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഡെബിറ്റ് കാർഡിൽ അതുകൊണ്ടിട്ടാണ്. പിന്നെ അത് ഇനി ഒരു UPI എനേബിൾ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും, അല്ലാത്ത പക്ഷം ഇപ്പോൾ അതൊന്നും നടക്കില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വരെ പേയ്മെൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണുള്ള ഓപ്ഷൻ ഉള്ളത്. പേയ്മെൻറ്റ് ഉണ്ട്, സെൻഡ് മണി ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള കാശ്, അല്ലാണ്ട് ക്രെഡിറ്റ് അല്ല, അക്കൗണ്ടിലുള്ള കാശ് സെൻഡ് ചെയ്യാനുള്ളത്. പിന്നെ കാർഡ് റീപേയ്മെൻറ്റ് ഉണ്ട്, അതുകൂടെ തന്നെ നിങ്ങൾക്ക് UPI വേണമെങ്കിൽ ത്രൂ പേ ചെയ്യാം. ഷേക്ക് ആൻഡ് പേ ഉണ്ട്. പിന്നെ നമുക്ക് UPI ID ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കമ്മിങ് സൂൺ ആണ്. മൊബൈൽ ടോപ്പ്, യൂട്ടിലിറ്റി പേയ്മെൻറ്റ് ഇതൊക്കെ കമ്മിങ് സൂൺ ആണ്. അപ്പോൾ ഒരു ബേസിക് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, നിങ്ങളുടെ കാർഡിൽ അത്യാവശ്യം നല്ല ലിമിറ്റ്. ഇവർ മാക്സിമം കൊടുക്കുന്നത് 1,50,000 രൂപയാണ്. ഫുള്ളി ബേസ്ഡ് ഓൺ സിബിൽ സ്കോറാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടേൺ ഓഫ് ചെയ്ത് വെക്കാൻ മറക്കരുത്. എപ്പോഴും കാർഡ് ഡിസേബിൾ ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ എന്തെങ്കിലും കാർഡ് ലീക്കോ കാർഡിൻ്റെ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഇവന്മാരെ വിളിച്ചാലൊന്നും കിട്ടില്ല, പണി കിട്ടണ വഴി അറിയില്ല, ഫുള്ള് പിന്നെ നിങ്ങൾ അടയ്ക്കാൻ വരും. നിങ്ങൾക്ക് അറിയാം RBI റൂൾ അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് മണിക്കൂറിനുള്ളിൽ ബാങ്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഇവന്മാർ റിപ്പോർട്ട് ചെയ്ത ഒരു രക്ഷയില്ല, എന്ന് വെച്ചാൽ ഒരു കോൺടാക്റ്റും കിട്ടില്ല, ഇവർ തരുന്ന കസ്റ്റമർ കെയർ നമ്പർ കിട്ടില്ല, വാട്സപ്പ് നമ്പറാണ്. അത് പിന്നെ ഓട്ടോമാറ്റിക് റിപ്ലൈ മാത്രമേ ഉള്ളൂ. എനിക്കൊക്കെ ഞാൻ ഫസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ വന്ന് 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ പിന്നെയും ട്വിറ്റർ എല്ലാത്തിലും കണക്കാട്ടോ. ഭയങ്കര മോശം കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞാൽ അത്രയും മോശം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഒരു പുതിയതായിട്ട് തുടങ്ങിയതാണല്ലോ. പ്രത്യേകിച്ച് യൂണിറ്റി സ്മോൾ ഫിനാൻസ് പറയുന്ന ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അവർക്കും ക്രെഡിറ്റ് കാർഡ് ലൈസൻസ് ആദ്യമായിട്ട് കിട്ടിയത്. അവർക്ക് മുമ്പുണ്ട്. ഇവർക്ക് എനിക്ക് തോന്നുന്നത് വേറൊരു നമ്മുടെ ഭാരത് പേ ആയിട്ടും യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കണം. അതും 0 ബാലൻസ് തന്നെയാണ് കേട്ടോ. UPI റൂപേ കാർഡ് തന്നെയാണ്, 0 ബാലൻസ് തന്നെയാണ്. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ 0 ബാലൻസ് അല്ല, ലൈഫ് ടൈം ഫ്രീ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യട്ടെ. ഇതിൻ്റെ ലിങ്ക് എനിക്കിത് കിട്ടുമെന്ന് തോന്നുന്നില്ല, ഒരു റെഫറൽ ലിങ്ക് പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാൻ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കേണ്ട സെറ്റപ്പിൽ ലിങ്ക് ആണ് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ബൈ.